ഏതൊരു ആഘോഷത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് സ്വീറ്റ്സ് അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നതും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിലാണ്. ഇന്നിവിടെ ഒരു കേക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. പല നിറത്തിലുള്ള പല രുചിയിലുള്ള പല കേക്കുകളാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അന്വേഷിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നേരെ തിരികെ വരാം. യെസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിസ്മയുടെ കേക്ക് കോമ്പറ്റീഷൻ്റെ വെന്യൂവിലാണ്. ഇവിടെ മത്സരാർത്ഥികൾ റെഡി ആയിരിക്കുകയാണ്. ഏതൊരു പ്രോഗ്രാമിൻ്റെയും അഭിവാജ്യ ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ജഡ്ജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ജഡ്ജായിട്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രുതി അജിത്താണ്. അവർ കേക്ക് ടോക്കിൻ്റെ ഫൗണ്ടറാണ്. കൂടാതെ നാഷണൽ സറാസ് മേള 2019 കേക്ക് ബേക്കേഴ്സിലെ വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ 2021-22 കാലയളവിൽ 200 കേക്ക് ബേക്കേഴ്സിൽ നിന്നും ബെസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നിരവധി ട്രെയിനിങ് സെഷൻസും ഒരുപാട് കേക്ക് ബേക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ മാമിലേക്ക് പോവാം. ഹായ് മാം. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പോൾ മാമിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഇൻട്രോ തന്നു കഴിഞ്ഞു. കുറച്ചുകൂടി ഈ ഒരു ഓൺടർപ്രണറിയൽ ജേണി, ബേക്കിംഗ് ജേണി എന്നൊക്കെ പറയുമ്പോൾ മാമിന് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? ഓക്കെ, ആക്ച്വലി ഞാൻ ഒരു MSc ഇൻഡസ്ട്രി ബയോടെക്നോളജി ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു പാഷൻ എന്നുള്ള രീതിയിലേക്ക് ഇതിലേക്ക് വരിക എന്ന് പറയുന്നൊരു ടാസ്ക് ആയിരുന്നു. യു ക്യാൻ ഇമാജിൻ. ആൻഡ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് റൂട്ട് സൈറ്റിൽ തന്നെയാണ്. അവിടെ ഒരു 6 ഡേയ്സിൻ്റെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കോഴ്സാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റഡീസ് ഞാൻ മൈസൂർ CFTRIയിൽ ചെയ്തു, ബേക്കിംഗ് ടെക്നോളജിയിൽ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ സ്മോൾ ബിസിനസ് ആൻഡ് ദ നെയിം ഓഫ് കേക്ക് ടോക്ക്. മാങ്ങാടാണ് നമ്മൾ സെറ്റിലായിട്ടുള്ളത്. കേക്ക്സാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ, ഇന്ത്യയിൽ നടന്ന ഒരു റാങ്കിങ്ങിൽ ഒരു ബെസ്റ്റ് 200 ഒരാളായിട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് പിന്നെ കുറേ കോമ്പറ്റീഷൻസ് ആൻഡ് ഓൾ. പിന്നെ റൂട്ട് സെറ്റിൽ ട്രെയിനർ കൂടിയാണ്, ഫുഡ് സെക്ടറിൽ കേക്കിൻ്റെയും ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ ട്രെയിനർ കൂടിയാണ്. ഓക്കെ, എനിക്കൊരു ചെറിയൊരു ചോദ്യം ചോദിക്കണം തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ മാം നേരിട്ട എന്തൊക്കെയായിരുന്നു ചാലഞ്ചസ്? മെയിനായിട്ട് ഇത് തന്നെയാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സയൻസ് ഫീൽഡ് ആകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ സൊസൈറ്റീൻ്റെ ഒരു കണ്ണുണ്ട്. ആൻഡ് മൈ ബ്രദർ ഈസ് ഓൾസോ ഇൻ സെയിം ഫീൽഡ് ആൻഡ് ഹീസ് എ മോളിക്കുലർ ബയോളജിസ്റ്റ്. അപ്പം അങ്ങനെ ഒരാൾ ആ ഒരു ആയിട്ടുള്ള ഫ്ലേവേഴ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് അതിന് പ്രയോറിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ തീം വന്നിട്ട് ക്രിസ്മസ് തീമാണ്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവരിലേക്ക് പോകേണ്ടതുണ്ട്. മാം ഇവിടെ ജഡ്ജ്മെൻറ്റിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും അവരുടെ പ്ലെയിൻ കേക്കും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇതാ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും, നമുക്ക് എല്ലാവരുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്.
എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തുടങ്ങേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. അവരുടെ ഇമാജിനേഷനും അവരുടെ ക്രിയേറ്റിവിറ്റിയും എങ്ങനെയൊക്കെയാണ് അവരുടെ കേക്കിലേക്ക് അവർ കൊണ്ടുവരാൻ നോക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. കുറേ സമയമായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. യെസ്, അടുത്ത ആളിലേക്ക് പോവാം. ഹായ്, പേര് പറയോ? അമൃത. എവിടെയാ സ്ഥലം? ടീച്ചേരി. ഏത് കേക്ക് ഉണ്ടാക്കുന്നത്? മാംഗോ ട്രഫിൾ. വലിയ പിടിയൊന്നുമില്ല, പക്ഷെ വെറൈറ്റി വെറൈറ്റി പേരൊക്കെ കേൾക്കുന്നുണ്ട്. കുറെ കാലമായോ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? വർഷമായി ഇപ്പം. വീട്ടിൽ നിന്നും അതെ അതെ ഡെലിവറി ഒക്കെ പുറത്ത് കൊടുക്കാറുണ്ടോ? ആ കൊടുക്കാറുണ്ട്. താങ്ക് യു. യെസ്, ഇവിടെ കേക്കിന്റെ ക്രീം സെറ്റ് ചെയ്യാണ്. ഹായ്. ഹലോ, ഹർഷിത. ചെറുതായിട്ട് അല്ലേ? അപ്പോൾ കോൺഫിഡൻ്റ് ആണ് ഇവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ആ, ഓക്കെ. എത്ര കാലമായി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 1.5 വർഷം. 1.5 വർഷം. എന്താണ് കേക്കിന്റെ പേര്? ചോക്ലേറ്റ് ട്രഫിൾ. ഓക്കെ, ചോക്ലേറ്റ് ട്രഫിൾ. നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നല്ലേ? അപ്പോൾ യെസ്,
രണ്ടുപേരും കളറൊക്കെ ഏകദേശം ഒരുപോലെയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയും സെയിം കേക്ക് തന്നെയാണോ? അല്ല ടെൻഡർ കോക്കനട്ട്. ആ അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാന്നോ അല്ലെ നമ്മളെ സംസാരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണോ? ആ. പേരെന്താണ്? നുസ്രത്ത് ഓക്കെ. കാനിരങ്ങ്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. പുറത്തൊക്കെ കൊടുക്കാറുണ്ട്. ആ കടയിലെല്ലാം കൊടുക്കാറുണ്ട്. Yes, ഇവിടെ പേരെന്താണ്? എവിടെ സ്ഥലം? സോന മാടായി. ആ ഓക്കെ. നമ്മളെ ടീം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഏത് കേക്കാണ് ഉണ്ടാക്കുന്നത്? വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ. ടെൻഷൻ ഉണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ സമാധാനമായിട്ട് കേക്ക് ഉണ്ടാക്കണം. ഇവിടെ ഭയങ്കര തിരക്കിലാണ് ചേച്ചി. എന്താ പേര്? ജിജ. ജിജ ചെറുകുന്ന്. ആള് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്താ സെയിം ടൈം വർക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്താണ് ഏത് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? വാനില. ഓക്കെ. എന്തെങ്കിലും പുറമെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എന്തെങ്കിലും മനസ്സിൽ ഇപ്പോൾ ഉണ്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എന്താണെന്ന് തോന്നുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത്? ലാസ്റ്റ് മിനിറ്റ് എന്താണെന്ന് തോന്നുന്നത് വളരെ. ഹായ്. അപ്പോൾ ഇത് പാഷനായിട്ട് ചെയ്യുന്നതാണോ? ഫാമിലി ഓൺ ബിസിനസ് പോലെ അമ്മ ചേച്ചിയാണ് മെയിൻ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഓക്കെ. അപ്പോൾ പഠിക്കുകയും അതിൻ്റെ കൂടെ ഒരു സൈഡ് ബിസിനസ് എന്ന രീതിയിൽ പോക്കറ്റ് മണിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയാണ്. സപ്പോർട്ടീവായിട്ട് നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് കേക്കാണ് ഉണ്ടാക്കുന്നത്? ഇന്ന് പിന്നാസിറ്റോ പിന്നോ എന്ന് പറഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ബേസ്ഡ് ആയിട്ട് അതിന് കൂടുതലും കുറച്ച് അഡീഷണൽ സംഭവങ്ങൾ വന്നിട്ട്. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ കേക്കൊക്കെ ട്രൈ ചെയ്യണമെന്ന് എങ്ങനെയാണ് തോന്നുന്നത്? വീട്ടിൽ നിന്ന് അമ്മയും ഏച്ചിയൊക്കെ പറയുന്നത് കൊണ്ടാണ് അല്ല സ്വന്തം രീതിയിൽ? അമ്മക്കാണ് മെയിൻ പാഷനേറ്റ് ആയിട്ട് അമ്മ വരുന്നത്. അപ്പോൾ അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളും കുറേ പുതിയ പുതിയ ഫ്ലേവേഴ്സ് എല്ലാം നോക്കും. അങ്ങനെ ടെൻഷൻ ഉണ്ടോ? കുറച്ച് അപ്പോൾ എക്സാമിൻ്റെ പോലത്തെ ഒരു ടെൻഷനാണോ? എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ളൊരു ലാസ്റ്റ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഏച്ചിയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ
ഹായ്, പേര്? സുമയ്യ, സുമയ്യ. എവിടെയാ സ്ഥലം? അനൂർ നമ്പറം. അടുത്ത് തന്നെയാണല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് കേക്ക്? ഞാൻ ആദ്യമേ നോക്കി വെച്ചൊരു കേക്കിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഒരു പ്ലാസ്റ്റിക് കവറിലല്ലേ കൊണ്ടുവന്നേ? അതെ, എന്താണ് ഈ ഒരു തീം? എങ്ങനെയാണ് ഇതിനെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയോ? ക്രിസ്മസ് ട്രീ. ആ, ക്രിസ്മസ് തീമിൽ തന്നെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു ഷേപ്പ് കാണുമ്പോൾ ട്രീ, ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. ആ, അതന്നെയാണെന്ന് ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഐഡിയാസ് ഒക്കെ വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ചോദിക്കുമോ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഐഡിയാസ് ആണോ? മക്കളെ ഹെൽപ്പ് ചെയ്യും, ഐഡിയാസ് ഉണ്ടാക്കാൻ വേണ്ടി. ഹസ്ബൻഡും. ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എത്രമാത്രം ഇത് ഹെൽപ്ഫുൾ ആണ്? ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഞാനിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ഇപ്പം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ 8 വർഷമായി തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. ആ ഒരു 8 വർഷത്തിനുള്ളിൽ ആദ്യം തുടങ്ങിയ സമയവും ഇപ്പവും നോക്കുമ്പം എന്തൊക്കെയാണ് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ? ഒരുപാട് ആൾക്കാർ പരിചയപ്പെടാൻ കഴിഞ്ഞു, അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ ഒരുപാട് കുറേ തീം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് തന്നെ ചോദിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പേജുണ്ട്, കലീജ് കേക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാൻ പറ്റട്ടെ.
നോട് സഹകരിച്ചുകൊണ്ട് തന്നെ ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ ഈ അവസരത്തിൽ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മുടെ ഈ ക്രിസ്മസ് ഡേ കേക്ക് ഫെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ വിസ്മയ പാർക്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റൈഡ്സിലും എൻ്റർടൈൻമെൻറ്റും മാത്രമല്ല ഇത്തരം കോമ്പറ്റീഷൻ കൂടിയാണ് വിസ്മയ ഒരുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും വർഷങ്ങളിലും വരും പ്രോഗ്രാംസിനെ കുറിച്ച് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? തീർച്ചയായും ഞങ്ങളിത് ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം പരിപാടികളൊക്കെ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ മാസവും തന്നെ 1-2 മത്സരങ്ങൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞങ്ങൾ എല്ലാ മാസവും ഫ്രീ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സമ്മാനമായി കൊടുക്കുന്നത്. ഇപ്പം ഇനി അടുത്ത ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഷെയർ ആൻഡ് വിൻ പോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ്. മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ മിക്സി ഉൾപ്പെടെയുള്ള ഒട്ടനവധി സമ്മാനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സന്ദർശകർക്കായി ഒരുക്കുന്നുണ്ട്. അപ്പോൾ വിസ്മയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളുടെ പേജിലേക്ക് വിസിറ്റ് ചെയ്താൽ മതി.
ആ ഒരു നിമിഷം ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. ആർക്കാണ് കേക്ക് കോമ്പറ്റീഷനിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആരാണ് എത്തിയിരിക്കുന്നതെന്ന് അറിയാനുള്ള നിമിഷമായിരിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഈ വിജയികളെ കാത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് പ്രൈസ് 6000 രൂപയും 1500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുമാണ്. കൂടെ വിസ്മയിലേക്കുള്ള 4 പേർക്ക് എൻട്രി പാസും. സെക്കൻഡ് വിന്നറിനെ കാത്തിരിക്കുന്നത് 4000 രൂപയും 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും കൂടെ 3 പേർക്ക് വിസ്മയിലേക്കുള്ള എൻട്രി പാസും. ആൻഡ് മൂന്നാമത് എത്തുന്ന വിന്നറിനെ കാത്തിരിക്കുന്നത് 2000 രൂപയും കൂടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും അതിൻ്റെ കൂടെയായിട്ട് വിസ്മയിലേക്കുള്ള 2 പേർക്ക് എൻട്രി പാസുമാണ്. ഇതൊക്കെയാണ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം എത്തുന്നവർക്കുള്ള ഗിഫ്റ്റ്. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റും നിങ്ങളെ കാത്തിരിക്കുന്നത്, കൂടെ ഒരു എൻട്രി പാസുമാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജഡ്ജ്മെന്റിന്റെ റിസൾട്ടിലേക്കാണ് അറിയുന്നത്. മാമിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ശ്രുതി മാം. ഹലോ, എല്ലാവരും ഫ്രീ ആയി അല്ലേ? സമാധാനമായി കഴിഞ്ഞു. ഓക്കെ, ജഡ്ജ്മെൻറ്റ് ടഫായിരുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഓൾമോസ്റ്റ് എല്ലാ ഡിസൈൻസും ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു നല്ല ആളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ബട്ട് നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ കുറേ പറഞ്ഞ് കൊളാക്കാണ്ട്
ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ കേക്ക് കാണുമ്പോഴും ഭയങ്കര മനസ്സിനൊരു സംതൃപ്തിയും അത് ടേസ്റ്റ് ചെയ്യുമ്പം അതിലേറെ സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജഡ്ജായ ശ്രുതി മാമിനോട് ചോദിക്കാം. മാം, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയാസ്, അവരുടെ റെസിപ്പീനെ പറ്റിയിട്ട് അവർക്ക് എത്ര അറിയാമെന്നുള്ള കാര്യം, റെസിപ്പി കുറച്ച് പേര് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അവർ അത് ഉണ്ടാക്കിയ രീതി, അതായത് എത്ര നീറ്റായിട്ടാണ് ചെയ്യുന്നത്, അവരുടെ ഹൈജീൻ, അവർ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ടേബിളിൻ്റെ ഒരു അവസ്ഥ, പിന്നെ അതിനകത്ത് അവർ നോൺ എഡിബിളായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. മെയിനായിട്ട് അവരുടെ ഡിസൈനും പ്രസൻറ്റേഷനും ഒക്കെ നമ്മളൊരു തീം കൊടുത്തിട്ടുണ്ട്, ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തീമിനായിട്ട് അവരെത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ എല്ലാ കേക്കും നല്ലൊരു ക്രിസ്മസ് തീമിൽ തന്നെയുള്ള കേക്ക്സ് ആയിരുന്നു. മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കോമ്പറ്റീഷൻ ടഫ് ആയിരുന്നു എന്നുള്ളത്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് വിന്നറിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു പ്രത്യേകതകൾ ആ ഒരു വിന്നറിൻ്റെ കേക്കിനുണ്ടായത്? വിന്നറിൻ്റെ കേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ റെസിപ്പീനെ പറ്റിയിട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവർ പറയുമ്പോൾ, നമ്മളൊക്കെ ഒരു റെസിപ്പി ചോദിച്ചിട്ട് ആൾ പറയുമ്പോൾ അത് A to Z അവർ പറയുന്നൊരു രീതി, ഒരു സ്പോഞ്ചിൽ നിന്ന് തുടങ്ങി അവർ ഫിനിഷ് ചെയ്യുന്നവരെ അവർ പറഞ്ഞ രീതി, പിന്നെ അവർ യൂസ് ചെയ്ത കളർ കോമ്പിനേഷൻ, പിന്നെ അതിലവർ ചെയ്ത ആ ഒരു ഈസ് ഓഫ് വർക്ക്, അവർ വർക്ക് ചെയ്യുന്നതിനൊരു വളരെ ഈസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു തഴക്കവും പഴക്കം അവർ വർക്ക് ചെയ്യുന്നതിൽ കാണാനുണ്ട്. പിന്നെ അവർ വർക്ക് ചെയ്യുന്ന സമയത്തും അവരുടെ ടേബിൾ വാസ് വെരി നീറ്റ്, വളരെ എന്താ പറയുക ചിട്ടയായി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് മെത്തേഡായിരുന്നു അവരുടെ. ഡിസൈൻ ആയാലും എല്ലാ കേക്കിലും സാന്റാസ് ഉണ്ട്, പക്ഷേ അവർ പൈപ്പ് ചെയ്യുക ചെയ്തത്. ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ അവർ ആ സാന്റിനെ ക്രീമിൽ പൈപ്പ് ചെയ്തെടുക്കുക. അത് കുറച്ച് ടീഡിയസ് ആയിട്ടുള്ള പണിയാണ്, അതവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എല്ലാത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു സ്ട്രൈപ്സ് ഡിസൈനൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ ടേബിൾ ക്ലോത്ത് മാറ്റി അവർ ഫറൊക്കെ വെച്ച് അവർ ആ കേക്കിലേക്ക് നോൺ എഡിബിളായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല, പക്ഷേ അവർ പ്രസൻറ്റേഷൻ ടേബിളിൽ അവരൊരു ക്രിസ്മസ് മൂഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. രണ്ടാം സ്ഥാനം ലഭിച്ച കേക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഒന്നിൽ നിന്നും വ്യത്യാസമായിട്ട് രണ്ടിലേക്ക് വരുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടാവുക? അത് ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള മാറ്റമാണ്. നമ്മളിപ്പോൾ കുറേ ക്രൈറ്റീരിയയിൽ മാർക്കിട്ട് അവസാനം നമ്മൾ ഒന്നിച്ച് കൗണ്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്തതിൽ നിന്ന് ഇപ്പം അവരുടെ കുറച്ചൊരു നീറ്റ്നെസ്സിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ റെസിപ്പി പ്രസൻറ്റ് ചെയ്യുന്നതിൽ. പക്ഷെ അവരുടെ ഡിസൈൻ നല്ലതായിരുന്നു. അവർ കുറച്ച് 2 ലെയറൊക്കെ ആക്കി, 2 ടയറൊക്കെ ആക്കി, അതിൽ സ്റ്റാൻഡൊക്കെ വെച്ച് നല്ലൊരു ഡിസൈനായിരുന്നു. അത് നല്ല കേക്ക് തന്നെയായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള വ്യത്യാസമാണ് 1-2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ്. അങ്ങനെ കാര്യമായി ഹ്യൂജായിട്ടുള്ള ഒരു ഡിഫറൻസ് ഇല്ല. ഇനി 3-ാം സ്ഥാനത്തിലേക്ക് വരുമ്പോൾ മാമിന് എന്താണ് ആ ഒരു കേക്കിനെ കുറിച്ച് കൂടി പറയാനുള്ളത്? 3-ാം സ്ഥാനത്തിലേക്ക് വരുമ്പം അവരുടെ ഡിസൈൻ കേക്ക് കാണുമ്പോൾ നല്ലൊരു ബ്രൈറ്റ് കളേഴ്സൊക്കെ ഉള്ളൊരു കേക്കായിരുന്നു. പക്ഷെ അവർ വർക്ക് ചെയ്യുന്ന രീതി കുറച്ച് നമ്മൾ യൂഷ്വലി എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുന്നവർ കുറച്ച് മെസ്സിയായിരുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ കേക്ക് നൈസായിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞ ഒരു കേക്ക് കോൺടെസ്റ്റ് എന്നൊക്കെ പറയുമ്പം കേക്കിനെ മാത്രമല്ല വിലയിരുത്തുന്നത്, അവർ ചെയ്യുന്ന വർക്ക് എങ്ങനെയാണ്, അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ആ ടേബിൾ എങ്ങനെ ഇരിക്കും, എല്ലാ കാര്യങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് വിന്നറിനെ തീരുമാനിക്കുന്നത്, അല്ലേ? അതെ മാം, വിസ്മയ പാർക്ക് സംഘടിപ്പിച്ച ഈ ഒരു കോമ്പറ്റീഷനെ കുറിച്ചും ഈ വിസ്മയ പാർക്കിൽ വന്ന എക്സ്പീരിയൻസിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്? ഓക്കെ, കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വിസ്മയ പാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു മൂഡുണ്ടല്ലോ, ഒരു ഫെസ്റ്റീവ് മൂഡ്, ഒരു എൻജോയ്മെൻറ്റ്. ആ ഒരു മൂഡിൽ തന്നെയാണ് നമ്മൾ കോമ്പറ്റീഷനും പോയിട്ടുള്ളത്. ആ ഒരു ഫെസ്റ്റിവിറ്റി എന്നുള്ള ഒരു മൂഡ് വന്നിട്ടുണ്ട്. പിന്നെ വിസ്മയ പാർക്ക് ഞാനിവിടെ അടുത്ത പ്രദേശത്തുള്ള ആളാണ്, അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ സേഫായിട്ട് നീറ്റായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആ ഒരു അത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് ഒരു ഫൺ മൂഡിൽ നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള സ്ഥലം. അടുത്തതായി ഇനി വിന്നേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് അവർ ഈ ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്, അവരുടെ മോട്ടിവേഷൻ എന്തൊക്കെയാണ്, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഇനി ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ 1-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെയുള്ളത്. പേര്, സ്ഥലം എന്ന് പറയാമോ? സരിക എന്നാണ് പേര്, പുതിയ തെരുവാണ് വീട്. എങ്ങനെയുണ്ടായിരുന്നു വിസ്മയ പാർക്ക് സംഘടിപ്പിച്ച ഈ ഒരു കോമ്പറ്റീഷൻ? നല്ല അടിപൊളി കോമ്പറ്റീഷൻ. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഫസ്റ്റ് കിട്ടുന്നുള്ള കാര്യം? ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ തന്ന സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തു. സാറ്റിസ്ഫൈഡ് ആണ് ചെയ്ത വർക്കിൽ? അതെ.
എങ്ങനെയായിരുന്നു ഈ ഒരു ബേക്കിംഗ് മേഖലയിലേക്ക് കടന്നു വന്നത്? അങ്ങനെ പറയുകയാണെങ്കിൽ ചെറുതിലെ കേക്കിനോട് ഇഷ്ടമാണ്. കളിക്കുന്ന സമയത്ത് കളിക്കുമ്പോൾ മണ്ണ് കൊണ്ട് കേക്കൊക്കെ കളിച്ചിരുന്നു. പിന്നെ വലുതായപ്പം ആദ്യം ഒരു പരീക്ഷണം നടത്തി, അത് പൊളിഞ്ഞുപോയി. പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് നന്നായി കിട്ടി. ആ ഓക്കെ, നമ്മൾ ഇവിടുന്ന് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഫീലിംഗ് അല്ലെങ്കിൽ റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഞെട്ടി. തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇപ്പൊ മറ്റുള്ളവർക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരിക്കും അല്ലേ? ഫ്യൂച്ചറിൽ കൂടുതലൊരു എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. സ്വപ്നം ഒരു ഷോപ്പ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതിലേക്കുള്ള എന്തെങ്കിലും ചുവടുവെപ്പ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി നടത്താൻ പോവുകയാണോ? ആഗ്രഹമുണ്ട്, തുടങ്ങിയിട്ടില്ല. അപ്പം അതിന് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടും തരട്ടെ. അങ്ങനെ മുന്നോട്ട് ഒരുപാട് പോയി നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു ഷോപ്പ് ഇട്ട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മൂന്നാം സ്ഥാനം ലഭിച്ച അമൃതയാണ് എൻ്റെ കൂടെയുള്ളത്. ഹായ് അമൃത, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. തേർഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു പെട്ടെന്നുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ മൂന്നിലേതെങ്കിലും ഒന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഞെട്ടൽ തോന്നിയില്ല. മുന്നേ കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു ഓൺലൈൻ കോമ്പറ്റീഷനും ഇവിടെ ഇങ്ങനെ ഒരു ഓഫ്ലൈൻ കോമ്പറ്റീഷനും എന്തൊക്കെയായിരുന്നു ഒരു ഡിഫറൻസ്? ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ടൈം എടുത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്ന് പറയുമ്പോൾ ലൈവായിട്ടുള്ള ആ ഒരു ഇതാകുമ്പം ഒരു ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ഇതാണ്, എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്വപ്നം മനസ്സിലുണ്ടോ? അറിയപ്പെടുന്ന ഒരു നല്ലൊരു ബേക്കർ ആവണമെന്നുണ്ട്. പറ്റുമെങ്കിൽ ഒരു സ്വന്തമായ ഒരു ഷോപ്പ്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. എത്തുമെന്ന് അറിയില്ല, പ്രതീക്ഷ. കോൺഫിഡന്റ് ആയിരുന്നു. 2, 3 ഏതെങ്കിലും ഒന്ന് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നല്ലേ? കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തോ? കേക്കൊക്കെ ടേസ്റ്റ് ചെയ്തു. കേക്ക് ഉണ്ടാക്കാറുണ്ടോ? കേക്ക് കൊറോണ ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആ ഒരു പാഷനൊക്കെ വിട്ടു, പിന്നെ വർക്ക് ഓറിയന്റഡ് ആയാലും. പല
പലതരത്തിലുള്ള കേക്കുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതൊക്കെ നമ്മൾ ടേസ്റ്റും ചെയ്തു. അടിപൊളിയായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതുപോലെ തന്നെയാണ് വിസ്മയിലെ ഓരോ റൈഡിലും കയറുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫീലിങ്സും എക്സ്പീരിയൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു റീസൺ തന്നെയാണ് ഈ കാണുന്ന കുട്ടികളും ആളുകളും ഒക്കെ ഇവിടെ എത്താനും ഇവിടെ അവരുടെ ഒരു ലെഷർ ടൈം എന്ന രീതിയിലാണ് അവരെല്ലാവരും ഇവിടെ എത്തുന്നത്. ആൻഡ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ക്രിസ്മസിന്റെ ആഘോഷത്തിലേക്കും ന്യൂ ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെയും കണ്ണൂർ വിഷൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.